കലൂർ നടക്കുന്ന വനിതാ ഉത്സവത്തിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത്. കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വനിതാ ഉത്സവം. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരുപാട് ക്യൂ ഉണ്ട്. ഞങ്ങളും ആ ക്യൂവിൽ കയറിയിരുന്നു. 2 ടിക്കറ്റ് എടുത്തു കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. നന്ദയുണ്ട്, ഞാനുണ്ട്, ഈസുക്കുട്ടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് എൻ്റർ ചെയ്തു. ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞങ്ങളകത്തേക്ക് എൻ്റർ ചെയ്ത് അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്രാവശ്യം വനിതാ ഉത്സവത്തിൽ എന്തൊക്കെയാണ് പുതുമയാർന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്തായാലും അകത്തേക്ക് കാണാം. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വനിതാ ഉത്സവത്തിലെ കൗണ്ടറിൽ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് എൻ്റർ ചെയ്ത് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ പുതുമയാർന്ന പുതിയ ഐറ്റംസ് ഒന്നും കാണാൻ കഴിയില്ല. പതിവ് ഹോം അപ്ലയൻസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു മ്യൂസിക് ട്രീറ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എന്തായാലും കുറച്ച് സമയം ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല പാട്ടും അടിപൊളി കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നുണ്ട്. ഒരുപാട് സദസ്സിലിരുന്ന് എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുടുംബശ്രീയുടെ എറണാകുളം കുടുംബശ്രീ യൂണിറ്റുകളുടെ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ പായസമാണ്, പഞ്ചനക്ഷത്ര പായസം, പരിപ്പ് പായസം, കരിക്ക് പായസം, അങ്ങനെ തുടങ്ങിയുള്ള വിവിധ പായസങ്ങൾ. അതെന്തായാലും പഞ്ചനക്ഷത്ര പായസം ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മറ്റു പായസമൊക്കെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ചൂടായിട്ട്. അങ്ങനെ പഞ്ചനക്ഷത്ര പായസം ഒന്ന് ടേസ്റ്റ് ചെയ്തു. അങ്ങനെ ഈസുവിന് 2 ഡ്രിങ്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതും ഞങ്ങളിവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ കുടുംബശ്രീയുടെ അപ്പുറത്ത് കണ്ട സ്റ്റാളുകളുണ്ട് കേട്ടോ. ആ സ്റ്റാളുകളിൽ കുറച്ച് വെറൈറ്റി ഐറ്റംസ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ കണ്ടത് ഇതാ ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൂടാതെ നമുക്കിതാ എന്താ പറയുക, പിടിയും കോഴിക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അല്പം പാഴ്സൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇന്ന് കഴിക്കാണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സമയം വൈകിത്തറിയും. അപ്പോൾ ചിക്കനും പിടിയും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറിയും പിടിയും അതൊരു കോമ്പിനേഷനാണ്. അപ്പോൾ പലരും ഇവിടെ വന്ന് ഞങ്ങൾ വാങ്ങിക്കുന്നുണ്ടപ്പോൾ നോക്കിയിരുന്നു ഇതെന്താണെന്നൊക്കെ പലരും ചോദിച്ചു. കാരണം ചില ആൾക്കൊന്നും പിടിയില്ല, ഇതെന്താണ് സംഭവം എന്ന്. പിടിയെന്ന് പറഞ്ഞാൽ എന്ത് സാധനം എന്നൊക്കെ ചോദിച്ചു. അവർക്കെല്ലാം ഞാൻ വിശദീകരിച്ച് കൊടുത്തു എന്താണ് പിടി എന്നുള്ള ഐറ്റം, എന്തുകൊണ്ടുണ്ടാക്കുന്നതാണ്, അതിൻ്റെ കോമ്പിനേഷൻ ചിക്കനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ചില ആളുകൾ അത് വാങ്ങിച്ചു. ചില പോഷ് ആളുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇത് നാടൻ പലഹാരങ്ങളായതുകൊണ്ട് അവർക്ക് അത്ര അങ്ങോട്ട് പിടികിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ടൗണിൽ ജീവിക്കുന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കാം. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് ഗാനമേളൊക്കെ ആസ്വദിച്ചു. പതുക്കെ ഞങ്ങൾ പുറത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കാണ്. തമ്മിൽ മുകളിലേക്ക് മണൽ വാരിട്ട് താഴാത്ത രീതിയിലുള്ള ജനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞാനും കൂടി ഇങ്ങനെ വനിതാ ഉത്സവം കഴിഞ്ഞ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ പറഞ്ഞു യേശു. അപ്പം ഞങ്ങൾ കാറിനടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് അടുത്ത യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ടാറ്റാ ബൈ.